വീട്ടിൻ്റെ തട്ടുംപുറത്ത് നിരവധി എലികൾ പാർത്തിരുന്നു. അവർ തങ്ങൾക്ക് കിട്ടുന്ന ആഹാരം പരസ്പരം നൽകി സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എവിടെയോ നിന്ന് വന്നൊരു പൂച്ച ആ വീട്ടിൽ താമസം തുടങ്ങിയത്. തട്ടുംപുറത്ത് എലികളെ കണ്ട പൂച്ച അവിടെ സ്ഥിരതാമസമാക്കി. അവൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പമ്മി നടന്ന് തൻ്റെ കയ്യിൽ കിട്ടുന്ന എലികളെയെല്ലാം ഭക്ഷിച്ചു. പൂച്ചയുടെ ശല്യം കൂടി വന്നപ്പോൾ എലികളെല്ലാം തട്ടുംപുറത്ത് ഒരു യോഗം ചേർന്നു. എങ്ങനെയെങ്കിലും പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടണം എന്നായിരുന്നു പ്രധാന വിഷയം. കൂട്ടത്തിൽ ഒരു എലി പറഞ്ഞു, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പൂച്ച നമ്മളെ വേട്ടയാടുകയാണ്. അതിനൊരവസാനം വേണം. അപ്പോൾ മറ്റൊരു എലി പറഞ്ഞു, അതെ, അത് ശരിയാണ്. പൂച്ച പമ്മി വരുന്നത് കാരണം നമുക്ക് ഓടി രക്ഷപ്പെടേണ്ട സമയം പോലും കിട്ടുന്നില്ല. അടുത്തെത്തിക്കഴിയുമ്പോഴായിരിക്കും പൂച്ചയെ കാണുന്നത്. അപ്പോൾ പിന്നെ രക്ഷപ്പെടാനും കഴിയില്ല. ഇത് കേട്ടതും മറ്റൊരു എലി പറഞ്ഞു, പൂച്ച വരുന്ന ശബ്ദം കേൾക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് ഓടി ഒളിക്കാൻ സമയവും കിട്ടും. അങ്ങനെ എലികൾ ചർച്ച പൂച്ച വരുന്നത് അറിയാൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തുന്നതിനായി. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് കൂട്ടത്തിലൊരു ചെറിയ എലി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പൂച്ചയ്ക്കൊരു മണി കെട്ടിക്കൊടുക്കാം. അതാകുമ്പോൾ പൂച്ച വരുന്ന ഒച്ച കേട്ട് നമുക്ക് ഓടി ഒളിക്കാം. ഈ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമായി. അവർ അതിനെ അനുകൂലിച്ചു. പിന്നെ അവരുടെ ചർച്ച എങ്ങനെ പൂച്ചയ്ക്ക് മണി കെട്ടാമെന്നായി. അപ്പോൾ കൂട്ടത്തിലൊരു എലി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നും ഉച്ചയ്ക്ക് വയറ് നിറച്ച് ആഹാരം കഴിച്ചതിന് ശേഷം പൂച്ചയ്ക്കൊരു ഉറക്കമുണ്ട്. നമുക്ക് ആ സമയം നോക്കി മണി കെട്ടിയാലോ? ആ അഭിപ്രായം